ചെയ്തിരുന്നത്. SCRY പദ്ധതി പ്രകാരം ആറാട്ടുപുഴ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റേതായിട്ട് പഞ്ചായത്തിൽ 12 റോഡുകളും ബ്ലോക്കിന്റെ 7 റോഡുകളും അനുവദിക്കുകയുണ്ടായി. ഈ 19 റോഡുകൾക്കായി ഏകദേശം 1,80,00,000 രൂപയാണ് വെച്ചിട്ടുള്ളത്. ഇതിന്റെ 40% വരുന്ന അരി മുൻകൂർ ആയിട്ട് കൈപ്പറ്റുന്ന രീതിയിലാണ് SCRY പദ്ധതിയുടെ രീതി. സ്പെഷ്യൽ SCRY പദ്ധതിയുടെ വിനിയോഗത്തെക്കുറിച്ച് അന്വേഷിച്ച് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെത്തിയ ഞങ്ങളെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു. അഴിമതിയുടെ കറപുരണ്ട ചില സർക്കാർ രേഖകൾ ഒരു സുനാമി ബാധിതനെ നോക്കി പരിഹസിക്കുന്ന കാഴ്ച. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ രേഖകൾ പ്രകാരം 2005 ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ റോഡ് നിർമ്മാണത്തിന് വേണ്ടി 15 മുതൽ 20 വരെ അംഗങ്ങളെ ഉൾപ്പെടുത്തി വിവിധ ബെനിഫിഷ്യറി കമ്മിറ്റികൾ രൂപീകരിച്ചു. പക്ഷേ അതിലെ അംഗങ്ങളിൽ പലരും അവർ പോലും അറിയാതെ കമ്മിറ്റി അംഗങ്ങളും കൺവീനർമാരുമായി മാറി. സർക്കാർ രേഖകളിൽ അവരറിയാതെ അവരുടെ ഒപ്പുകൾ വീഴപ്പെട്ടു. ഞാൻ കൺവീനറാണെന്ന് അറിയുന്നത് തന്നെ പഞ്ചായത്തിൽ നിന്ന് റിക്കവറി നോട്ടീസ് വരുമ്പോഴാണ്. അതിനുശേഷം ഞാൻ പഞ്ചായത്തിൽ പോയി അവർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ കൺവീനറാണെന്ന് പറഞ്ഞു. ഈ കമ്മിറ്റിയിൽ അംഗമാണ് എന്ന് പറയാൻ ഇത് എവിടെ വെച്ചാൽ കമ്മിറ്റി കൂടുമെന്ന് എങ്ങനെ കമ്മിറ്റി എന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അതിനേക്കാൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യം 1989-ലും 1996-ലും 1999-ലും മരണപ്പെട്ട ചില വ്യക്തികൾ 2005-ലെ കമ്മിറ്റിയിൽ പങ്കെടുത്തു എന്നതും പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ സർക്കാർ രേഖകളിൽ ഒപ്പുവെച്ചു എന്നതുമാണ്. 20 വർഷവും 15 വർഷത്തിനും ഇടയിൽ മരിച്ച എൻ്റെ ഒരു ബന്ധുവാണ് പ്രമോദൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം മരിച്ചിട്ട് കൃത്യമായി 1984 ആണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഓർമ്മ വെച്ചിട്ടാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അതിൻ്റെ ഞാൻ ഇതെടുത്തു, ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു. അതിനുള്ള ശ്രമം നടത്തി അത് പൂർണ്ണമായിട്ടും അതിന്റെ വിവരങ്ങൾ കിട്ടി. ഇതിൽ പോളയിൽ ബാബു എന്ന വ്യക്തി 11-ാം വാർഡിലെ ഒരു റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് FCIയിൽ നിന്നും 12,200 കിലോഗ്രാം അരി കൈപ്പറ്റിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. പക്ഷേ ഇദ്ദേഹം 1996-ൽ മരിച്ചു എന്നാണ് സർക്കാരിന്റെ തന്നെ രേഖ. പോളയിൽ ബാബു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം കാശ് മാറിയിരിക്കുന്നു, അദ്ദേഹം അരി കൈപ്പറ്റിയിരിക്കുന്നു. മരിച്ചുപോയ ആള് 18 വർഷം മുമ്പ് മരിച്ചുപോയ ആള് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് മരിച്ചുപോയ ആള് അരി കൈപ്പറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഭീകരമായ രൂപം. 2005 ഒക്ടോബർ 4-ന് 6857 നമ്പർ പ്രകാരം അമ്പലപ്പുഴ വെണ്ടർ സീമന്തിന് നൽകിയ 50 രൂപ പത്രം വാങ്ങിയത് ചാലുങ്കൽ സുബി എന്ന വ്യക്തി. പക്ഷേ ഇതേ പത്രം വെട്ടിത്തിരുത്തി 1996-ൽ മരിച്ച പോളയിൽ ബാബുവിന്റെ പേരിലാണ് പഞ്ചായത്ത് സെക്രട്ടറി രേഖ തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. ഒരാളിന്റെ പേരിൽ വാങ്ങിയ പത്രം മറ്റൊരാളുടെ പേരിൽ വെട്ടിത്തിരുത്തി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം അനുശാസിക്കുന്നത്. മരണത്തിന് ശേഷം കമ്മിറ്റിയിൽ പങ്കെടുത്ത പുല്ലുകാട്ടിൽ പുരുഷന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അണ്ണൻ മരിച്ചിട്ട് 10 വർഷമായി. പിന്നെ അതിലുണ്ടായില്ലെന്ന് എനിക്ക് അതിലൊന്നും ആകാൻ ബാധ്യതയില്ല. എന്താ വെച്ചാൽ ഇപ്പം 3 വർഷമായില്ലേ ഇതിന്റെ കാര്യമായിട്ട്. 10 വർഷമായി മരിച്ചിട്ട്. 1,80,00,000 രൂപ അനുവദിച്ച സ്പെഷ്യൽ SGRY പദ്ധതി പ്രകാരം ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് FCIയിൽ നിന്നും കൈപ്പറ്റിയത് 86,07,060 കിലോ അരി. FCIയുടെ ഗ്രാന്റ് അനുസരിച്ച് 6 രൂപ 18 പൈസ വിലയിൽ 53,58,430 രൂപയുടെ അരി പഞ്ചായത്ത് കൈപ്പറ്റി. പൊതുകമ്പോളത്തിൽ അരിയുടെ വില 12 രൂപ വീതം കണക്ക് കൂട്ടിയാൽ ആകെ അഴിമതി 1,40,04,720 രൂപ. ആലപ്പുഴ FCIയിൽ നിന്നും 2005 നവംബർ 24-ന് കൈപ്പറ്റിയ അരി ഇതുവരെയും ആറാട്ടുപുഴ ഗ്രാമത്തിൽ എത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട പഞ്ചായത്ത് സെക്രട്ടറി നിസ്സഹായനാണ്. കാരണം കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ആറാട്ടുപുഴയിൽ മാറി വന്ന പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ എണ്ണം 10-ലേറെ. 3 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട 19 റോഡുകളിൽ 1 മാത്രമാണ് ഭാഗികമായെങ്കിലും ജോലി നടന്നത്. ബാക്കി 18 റോഡുകൾ എവിടെയാണെന്ന് പോലും പറയാൻ പ്രദേശവാസികൾക്കോ കൺവീനർമാർക്കോ കഴിയുന്നില്ല. അവസാനമായി SGR പദ്ധതിയുടെ പേരിൽ വന്ന 19 റോഡുകൾ, ആ റോഡ് ഇന്ന് പല ഭാഗത്തും ഈ റോഡ് എതിലെയാണ് കടന്നു പോകുന്നതെന്ന് പോലും ആ പ്രദേശവാസികൾക്ക് പോലും അറിയില്ല. റോഡ് പണി തീർക്കാത്തതിന്റെ പേരിൽ പഞ്ചായത്തിൽ നിന്നും റിക്കവറി നോട്ടീസ് എത്തിയപ്പോഴാണ് പലരും തങ്ങളാണ് കൺവീനർമാർ എന്നറിയുന്നത് തന്നെ. റോഡ് പണി കോൺട്രാക്ടർമാരെ ഏൽപ്പിക്കരുതെന്ന് സർക്കാർ രേഖയിൽ പറയുന്നു. ഇതന്വേഷിച്ച് ഞങ്ങൾ ആരോപണ വിധേയനായ ഒരു കൺവീനറിനെ കാണാനെത്തി. ക്യാമറയ്ക്ക് മുൻപിൽ പറയാൻ മടിക്കുന്ന പലതും അദ്ദേഹം രഹസ്യമായി ഞങ്ങളോട് പറഞ്ഞു. സെക്രട്ടറിയുടെ അരി കൈപ്പറ്റി എന്ന് പറഞ്ഞത് വൗച്ചർ ഒപ്പിടിച്ച് വാങ്ങിച്ചൊരു വിഷയമാണ്. എന്നിട്ട് അരി എവിടെ നമുക്കറിയത്തില്ല. ഇതെല്ലാം വെളിവാക്കുന്നത് ബോധപൂർവം ഭരണാധികാരികൾ നടത്തിയ ഒരു വൻ തട്ടിപ്പാണ്.
ആഗോള തട്ടിപ്പിന്റെയും ടോട്ടൽ ഫോർ യുവിന്റെയും പുറകെ പോകുന്ന ഭരണാധികാരികൾ ഇത് ഒന്ന് ശ്രദ്ധിക്കണം. സുനാമിയുടെ സംഹാരതാണ്ഡവത്തിന് സാക്ഷ്യം വഹിച്ച ഈ പാവം ഗ്രാമീണരുടെ തലയെണ്ണി അവർക്ക് ലഭിക്കേണ്ട സഹായധനങ്ങൾ മുഴുവൻ വിഴുങ്ങുന്ന ഈ നരാധമന്മാർക്ക് മുൻപിൽ നാമും ചിന്തിച്ചു പോകുന്നു. സുനാമി എത്രയോ ഭേദം.